മുഫ്തി മെങ്ക് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ഈ സംസാരിക്കുന്നത്. കുട്ടികളെ സംരക്ഷിക്കേണ്ടവരാണ് മാതാപിതാക്കൾ. എന്നാൽ അവര് തന്നെ ആ കുഞ്ഞുങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ മുതിരുന്നത് വലിയ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാതെ അത്തരം ആളുകളെ പോലീസിൽ ഏൽപ്പിക്കാനും തങ്ങളുടെ സഹോദരങ്ങളുടെയും മക്കളുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കാൻ മടിക്കരുത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ പ്രമുഖ നടി ഖുഷ്ബു പറയുന്നത് കൂടി ഒന്ന് കേൾക്കുക. The toughest thing which took me long, not forget, not forgive, but put it behind me and move forward, was the abuse I faced by my father as a child. My mother's been through a most abusive marriage, a man who probably thought it was his birthright to beat up his wife, beat up his children, sexually abuse his only daughter. He thought it was birthright. Being a man, it was his right to do so. And when my abuse started, I was just 8 years old. And I had the courage to speak against him when I was 15. തന്റെ കുട്ടിക്കാലത്ത് സ്വന്തം പിതാവിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെ കുറിച്ചിട്ട് നടി ഖുഷ്ബു തുറന്നു പറയുവാണ്. അതോ എത്ര വയസ്സ്? 8 വയസ്സുള്ള സമയത്ത്. ഈ പശ്ചാത്തലത്തില് അവർക്ക് അന്ന് പ്രതികരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ധൈര്യസമേതം തിരിച്ചതിനെ എതിർക്കാൻ ആയപ്പോഴേക്ക് അവർക്ക് വയസ്സ് 15 ആയിരുന്നു. 15 വയസ്സായപ്പോഴാണ് ധൈര്യസമേതം അവരതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നത്. ഇങ്ങനെ മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും അടക്കം ഒരുപാട് വാപ്പമാര് മക്കളെ പീഡിപ്പിക്കുന്ന എമ്പാടും വാർത്തകൾ കാണുകയും അറിയുകയും ചെയ്യുന്നവരാണ് നമ്മൾ. സഹോദരങ്ങളുടെ പിടിയിൽ നിന്നും ഈ പെങ്ങന്മാര് സുരക്ഷിതരാണോ? മലപ്പുറം മങ്കടയിൽ 14-കാരിയെ സഹോദരങ്ങൾ പീഡിപ്പിച്ചു. 10ാം ക്ലാസ്സുകാരി 5 മാസം ഗർഭിണി. പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി മങ്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എസ് മഹേഷ് കുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. മഹേഷ്, പെൺകുട്ടി എങ്ങനെയുണ്ട്? ഒരെണ്ണം കൂടെ. മലപ്പുറത്ത് മകളെ പീഡിപ്പിച്ച പിതാവിന് 178 വർഷം തടവും 10,78,500 രൂപ പിഴയും. 2022 മുതൽ 23 വരെ പെൺകുട്ടിയെ പല തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതിയാണ്. ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാരുടെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു മതത്തിന്റെ മാത്രം കുത്തകയൊന്നുമല്ല, എല്ലാ മതത്തിലും ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ നടക്കുന്നുണ്ട്. ശരി, ഇന്നലെ ഒരു സുഹൃത്ത് എനിക്ക് 3 ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സുനിൽ ബ്രദറിന്റെ വീഡിയോ ആണ്. അതിനകത്ത് ഒരു സ്ത്രീ, അവര് ക്രിസ്ത്യൻ വിശ്വാസം, ദൈവവിശ്വാസം അഥവാ സൃഷ്ടാവിലുള്ള വിശ്വാസം തന്നെ ഉപേക്ഷിക്കാൻ കാരണം അവരുടെ അമ്മ, പിതാവ് പാസ്റ്ററാണ്, അമ്മയും അപ്പനും ചേർന്ന് പലർക്കും സ്വന്തം മകളെ കൂട്ടിക്കൊടുത്തതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് അവളുടെ വേദന തുറന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സാർവത്രികമായി നടക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം കുത്തകയല്ല. ഇതുവരെ ഏറ്റവും കൂടുതൽ പീഡനം എന്നടിക്കുമ്പോഴെല്ലാം മദ്രസകളുടെ ചരിത്രമായിരുന്നു വരാറുണ്ടായിരുന്നത്. ആരും മറ്റതൊന്നും തുറന്നു പറഞ്ഞു മുന്നോട്ട് വന്നിരുന്നില്ല. അപ്പൊ ഈ മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങളും അതുപോലെ ബലാത്കാരങ്ങളും ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിൽ നടക്കുന്ന മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കൂട്ടിക്കൊടുപ്പുകാരായിട്ടുള്ള പാസ്റ്റർമാരായ പിതാക്കന്മാരുടെയും വാർത്തകളും വരുന്നുണ്ട്. നമുക്ക് ആ കൊച്ചിന്റെ കാര്യം ഒന്ന് കേൾക്കാം. സർ, എൻ്റെ പേര്, ഞാൻ ഇപ്പൊ കാനഡയിലാണ് ഉള്ളത്. ഞാൻ സ്വദേശിനിയാണ്. ഞാൻ നിർഭാഗ്യവശാൽ പെന്തക്കോസ്റ്റിൽ ജനിച്ചു പോയ ഒരാളാണ്. എൻ്റെ കുഴപ്പമല്ല അത്. അപ്പം എനിക്ക് കുറച്ച് ദുരനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്ന് സാറിനോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പം പൊളിറ്റിക്കലിയും ഇവർക്ക് നല്ല കുറെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ നേരിട്ട് വിമർശിച്ച വിമർശനം ഒന്നും അത് ആ കറക്റ്റ് സെൻസിൽ ഇവർ എടുക്കില്ല. ഒരു ജിഹാദ് പോലുള്ള ആൾക്കാരാണ് ഇവർ. അപ്പം ഞാൻ എൻ്റെ ചെറിയ കാലം മുതലേ സെക്ഷലി അബ്യൂസ്ഡ് ആണ്. പലരും എന്നെ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മാതാവ്, പ്രത്യേകിച്ച് എൻ്റെ മദർ ഈ ഒരു കാര്യത്തിൽ വളരെയധികം മറ്റ് പാസ്റ്റർമാർ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മളെ വയലേറ്റ് ചെയ്യുമ്പോൾ അതിനെ എൻകറേജ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഉള്ളിക്കൂടെ, പുറമെ പ്രത്യക്ഷത്തിലൊന്നും ഇല്ലെങ്കിലും ഉള്ളിക്കൂടെ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ സൗകര്യം. ആര്? ഞാനോ?
അല്ല, നിങ്ങളുടെ കുടുംബ അമ്മയും നിങ്ങളൊക്കെ ഏത് പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരുന്നു? ഞാൻ പെന്തക്കോസ്തിലല്ല. ഞാൻ AG ചർച്ചിൽ, ഞാൻ AG ചർച്ചിലായിരുന്നു ജനിച്ചു വളർന്നത്. ഇവരെല്ലാവരും AG ചർച്ചിന്റെ ഭാഗമായിരുന്നു. ഞാനല്ല കേട്ടോ. ഞാനിപ്പം പള്ളിയിലൊക്കെ പോയിട്ട് 7 വർഷത്തെ. അതായത് അവര് AG ചർച്ചിന്റെ വിശ്വാസികളായിരുന്നു, അമ്മയും കുടുംബാംഗങ്ങളും നിങ്ങൾ ഉൾപ്പെടുന്ന കുടുംബം? അതെ, AG ചർച്ചായിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ദുരനുഭവമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്? ഇവര് പല പാസ്റ്റർമാരെയും കൊണ്ടുവരും. അപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ പറഞ്ഞ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വിമർശനമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് ഇവരൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യാണ്, നമുക്ക് ഭൂതമുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രേതാത്മാവുണ്ട്, എന്നിട്ട് ഇവർ പല പാസ്റ്റർമാർ ഇവർ വിളിച്ചു വരുത്തും. ഇവർ വിളിച്ചു വരുത്തി അവരുടെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞ ഒരു വിഷ്യസ് സർക്കിൾ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അവരിങ്ങനെ പറഞ്ഞ് നമ്മളെ ആ ഒരു സൈക്കോളജിക്കലി നമ്മളെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ വചനം കൊണ്ടൊക്കെ നമ്മളുടെ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും, നിങ്ങൾ നരകത്തിൽ പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഫിയറിലേക്ക് കൊണ്ടുപോയി ഇവർ പറയുന്ന രീതിക്കനുസരിച്ച് നമ്മളുടെ മനസ്സിനെ അങ്ങോട്ട് മാറ്റിയെടുക്കും. നമ്മളൊരു ദൂഷിത വലയത്തിനകത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അവസാനം നമ്മളൊരു ട്രാൻസിലാണ്. പിന്നെ നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, ട്രാൻസിനകത്ത് പിന്നെ ഒരു കാര്യം കാണിച്ചിട്ടില്ല. പെന്തക്കോസ്റ്റിൽ നടക്കുന്ന 1000ന്റെ ഒരു അംശം പോലും അതിനകത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും കൂടെ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇത് ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി നമ്മളൊരു സബ്മിസീവ്, എന്താ പറയുക, ഒരു അൺനെസസറി സബ്മിഷൻ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമുക്ക് പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്വന്തം അസേർഷൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേണ്ടി നിൽക്കാനേ പറ്റില്ല, നമ്മളുടെ എനർജി ഒക്കെ പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ സൈക്കോളജിക്കലി ഇവർ പറഞ്ഞാക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ പല രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യും. അത് പ്രത്യേകിച്ച് ഞാനൊരു ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ് ഇതിന്റെ അനുഭവം. ഞാനൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാനിത് അനുഭവിക്കുന്നതാണ്. അപ്പൊ തന്നെ നമ്മളുടെ ഒരു റീസണിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ചെറിയ കാലത്ത് ഇങ്ങനെയുള്ള സെക്ഷൽ ട്രോമ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ റീസണിങ് കപ്പാസിറ്റി നമുക്ക് പോയില്ലേ. ആ സമയത്ത് ഇത്തരം ദുരനുഭവങ്ങളാണ് നമുക്ക് ഈ പാസ്റ്റർമാരിൽ നിന്നുണ്ടായത്. സെക്ഷൽ അബ്യൂസ് തന്നെ ഈ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാനും, അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലൊരു അബ്യൂസ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചോ? എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങിയത്? 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവര് അബ്യൂസ് ആണെന്ന് ഏകദേശം അറിയായിരുന്നു. ഇത് ശരിയില്ലാത്തൊരു ഷെയിംഫുൾ കാര്യമാണെന്ന് അന്നറിയായിരുന്നു. ശരിയില്ല, ഇത് സെക്ഷൽ അബ്യൂസ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇതൊരു ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അപ്പൊ തോന്നി. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ഗിൽറ്റ്, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളോട് തന്നെ ഒരു നാണക്കേട് തോന്നുന്ന ഒരു അനുഭവമാണ് ആ സമയത്തുണ്ടായത്. അതായത് ഇവരൊരു പാസ്റ്റർമാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കും. ഞങ്ങൾ കൊച്ചുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, ഒരു 1-2 മണിക്കൂർ വേണം കേട്ടോ സിസ്റ്റർ എന്ന് പറയും. അവർ മാറി നിൽക്കും. വീട്ടിലേക്കാണ് വിളിക്കുക. അത് കഴിഞ്ഞ് വീട്ടിന്റെ കഥ അങ്ങോട്ട് അടയ്ക്കും. പിന്നെ കുട്ടിയായിട്ടുള്ള സംഭാഷണമാണ്. പിന്നെ കൊച്ചിനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുള്ള വ്യാജനയാണ് ഈ പരിപാടികളിലൊക്കെ നമ്മൾ ഏർപ്പെടുത്തുന്നത്. അതായത് ആദ്യമേ തുടക്കത്തിൽ ഒരു ഗ്രൂമിങ് പോലെ ചെയ്യും. അതായത് നമ്മൾ അവരുടെ വരുതിക്ക് വരുത്തി വർത്താനം പറഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ഗ്രൂമിങ് പോലെ ചെയ്തിട്ട് പിന്നീടാണ് ഇവർ ഇതിനകത്തൊക്കെ മുതിരുക. പിന്നെ അവസാനം ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകും. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും കൊല്ലും, ഞാനും മരിക്കും, വീട്ടുകാരും നിന്റെ കൂടെ നിൽക്കില്ല, നിന്നെ വീട്ടുകാർ തല്ലും, ഇങ്ങനെ അങ്ങ് പറയും. പക്ഷെ പിന്നീട് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അമ്മ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, അവരറിഞ്ഞുകൊണ്ടായിരുന്നു ഈ പരിപാടിയൊക്കെ ചെയ്യിച്ചതെന്ന്. പിന്നീട് ഞാൻ ചില കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വഴക്കായിട്ട് ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർക്ക് പറയാനുള്ള ഒരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസിക രോഗമായിരുന്നു. ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവനും രക്ഷപ്പെടാം. ആ കോൺഫിഡൻസ് അവർക്ക് ഇന്നും ഉണ്ട്. അതൊരു വല്ലാത്ത ഓവർ കോൺഫിഡൻസ് ആണ് അവർക്ക്. പക്ഷെ ആ ഒരു ഓവർ കോൺഫിഡൻസിലാണ് അവരിന്നും ജീവിക്കുന്നത്. ഒരു കാരണവശാലും പിടിതരില്ല. നീ പറയുന്ന ആരും വിശ്വസിക്കില്ലെന്നാ പറയുന്നത്. ഒരു പെന്തക്കോസ്തുകാരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു പെന്തക്കോസ്തുകാരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമുണ്ടോ? എത്ര ഏജ് വരെ നമുക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി? 20. ആ ഏജിലൊക്കെ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു പ്രായമായിരുന്നു. നമ്മുടെ ഒരു വയസ്സുകാരി അല്ലെങ്കിൽ ഒരു ടെൻഡർ ഏജുകാരി അല്ലല്ലോ. തിരിച്ചറിവ് വരുന്ന കാലമായിരുന്നു. പക്ഷെ നമ്മൾക്ക് എന്താ പറയുക, ആ സമയത്ത് ഒരു ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസ് ഒന്നും അന്നില്ല. പിന്നീടല്ലേ ഇതിപ്പം ഈ സമകാലിക കാലത്താണ് ഈ സോഷ്യൽ മീഡിയയും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ഒരു 6 years ബാക്ക് ആ ഒരു സമയത്താണ് ഇതിനെക്കുറിച്ച് ആൾക്കാർ അതുവരെ എനിക്ക് സംസാരിക്കാൻ നാണക്കേടായിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ തന്നെ സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നിനിപ്പോ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇന്നിപ്പോ ഞാൻ ആ ഒരു മെന്റൽ ഗ്രോത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് ആ ഒരു പറയാൻ നാണക്കേടും ഇതിന്റെ പുറമെ ഇനി അത് അനുഭവിക്കേണ്ടി വരുന്ന ആഫ്റ്റർ ഇഫക്ട്സ്, ഇതിന്റെ കോൺസിക്വൻസസ്, ഇതിന് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിന് ആൻസർ പറയാനുള്ള ഒരു എനർജി ഒന്നും അന്നില്ല. അന്ന് ആകപ്പാടെ നമ്മൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു കോൺഫിഡൻസും ഒന്നുമില്ല. ആൾക്കാർ എന്ത് ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറയാൻ പോലും എനിക്കൊരു കരുത്തില്ലായിരുന്നു. ഇന്ന് എന്റെ അടുത്ത് ചോദിക്കാൻ വന്ന് എനിക്ക് നന്നായിട്ട് മറുപടി പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ അറിയാം. എനിക്ക് വേണ്ടി ഇനിയെങ്കിലും ഞാൻ അത് നിന്നല്ലേ പറ്റുള്ളൂ. കാരണം ആ ഒരു രീതിയിലുള്ള ഒരു മെച്യൂരിറ്റി നമുക്ക് എത്തിപ്പോയി. അന്നതില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ പിതാവ് ഇല്ലായിരുന്നു. ഫാദറിന്റെ അവസ്ഥ എന്തായിരുന്നു? അതുള്ളതും ഇല്ലാത്തതൊക്കെ കണക്കായിരുന്നു. അങ്ങനെ ഒരു മെയിൽ ഫിഗർ, നമ്മുടെ വീട്ടിൽ ഒരു മെയിൽ ഫിഗർ ഉണ്ടെന്നുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ അനുഭവിച്ചിട്ടില്ല അയാളിൽ നിന്ന്. ഒരു മെയിൽ ഫിഗർ ആണ്. ഒരു വീട്ടിലെ കാര്യങ്ങൾ ഞാനിപ്പോ പറയുന്നത് ഒരു മെയിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ടല്ല, എന്നാലും ഒരു സ്ട്രോങ് ഫാദർ ഫിഗർ ആയിട്ട് അയാൾ എന്റെ ജീവിതത്തിൽ ഒരു റോളും ഒരു ഇൻഫ്ലുവൻസും അയാൾക്ക് ആ ഫാമിലിയിലോ എന്റെ ജീവിതത്തിലോ ചെലുത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു റോളും നമ്മളെ വിക്ടിം ഷെയിം ചെയ്യാന്നല്ലാണ്ട് നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞു തന്നെ ഇരിക്കട്ടെ. അവർ പറയുന്നത് നമ്മളുടെ ഞാനൊരു പ്രാവശ്യം ഇവരുടെ ഭാര്യയെ കുറിച്ച് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയാം അവളനി അങ്ങനെ ചെയ്താൽ പോലും നമ്മളത് പുറത്ത് പറയാൻ പാടില്ലെന്നാ പറയുന്നത്. അതായത് അയാൾക്കാരുടെ ഫാമിലിയാണ് വലുത്.
ഇനിയിപ്പോ പിന്നെ ഇവരെ പേടി, ഇവരെ നല്ല ഭയമുണ്ട്. കാരണം ഇവൾക്ക് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഇവർ. ഇന്നങ്ങനെയാന്ന് എനിക്കറിയില്ല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 2 പേര്, ആൺകുട്ടികളോ? ഒരു പെൺകുട്ടി. അവൾ എഞ്ചിനീയറിംഗിന് പഠിക്കുകയായിരുന്നു. അവള് ഒരു ടീനേജ് പ്രായത്തിൽ ഒരുവിധം നന്നായിട്ട് ടോക്കറ്റീവായിട്ട് എക്സ്ട്രോവേർട്ട് പോലെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇവർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എന്റേത് പോലും കൂടെ നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾക്കൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് അല്ല ആ സമയത്ത്. പക്ഷെ ഞാൻ ഒരൊറ്റൊരു കാര്യം നോട്ടീസ് ചെയ്തത്, ഇവളൊരു എക്സ്ട്രോവേർട്ട് ആയിരുന്ന ഒരു കുട്ടി ഒറ്റയടിക്ക് മിണ്ടാട്ടം നിന്ന് സംസാരം കുറഞ്ഞു പോയി. ആ ഒരു സിംറ്റം മാത്രമേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയി ടോർച്ചർ ചെയ്യുന്നുണ്ടോ, ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. ഈ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഈ പാസ്റ്റർമാരുമായി ഇത്തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു? അങ്ങനെയാണോ ഇവര് നമ്മളെയും ഇത്തരത്തിൽ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചൂഷണം ചെയ്യിച്ചത്. പാസ്റ്റർമാരുമായിട്ട് ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നു. ഇവർക്ക് പാസ്റ്റർമാരുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിരിയിൽ ഇവർ തന്നെ എല്ലാവരെയും മയക്കിയെടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു എന്താ പറയാ, നമ്മൾ ആത്മവഞ്ചന ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഇതൊന്നും ശരിയില്ലായിരിക്കും, ഇത് മറച്ചു കളയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ, ഇതൊന്നും മറന്നു കളഞ്ഞേക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരേ സമയം സത്യത്തിലും അസത്യത്തിലും വിശ്വസിക്കുന്ന ഒരേ അവസ്ഥ. അതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഇവള് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയിൽ നമ്മൾ ഇൻവോൾവ് ആയി, നമ്മൾ വേദനിക്കപ്പെടുമ്പോൾ, അതായത് നമ്മൾ ഹേർട്ടായിട്ട് നമ്മൾ നിന്ന് കരയുമ്പോൾ ഇവള് ഭയങ്കരമായിട്ട് സ്നേഹം നടിച്ച് എന്താ മോനെ പറ്റിയേ, എന്താ എന്റെ കുഞ്ഞിന് എന്താ പറ്റിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളങ്ങോട്ട് നടിക്കും. എന്നിട്ട് നമ്മൾ ഇവളങ്ങോട്ട് സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു കംഫോർട്ട് സോൺ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളെ അവളുടെ ഒരു വലയത്തിലാക്കി. ഇതൊന്നും വേണ്ട, ഇതൊന്നും പറയണ്ട. പിന്നെ നമുക്ക് അവളോട് വരുന്ന ഒരു വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലവ്. ആ ഒരു വികാരമാണ് നമുക്ക് പിന്നെ അവളോടുള്ളത്. പിന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇല്ല. പിന്നീട് അവൾ ഇത് ബ്രേക്ക് ചെയ്യും. പിന്നെ അവൾ വേറെ ആൾക്കാരെ കാണുമ്പോൾ അടുത്ത ഫേസിലോട്ട് പോകും. അടുത്ത ആൾക്കാർ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പാസ്റ്റേഴ്സ് വരുന്ന ഒരു സീസണലായിട്ടാണ്. അതായത് ഒരു സീസണിൽ ഒരു പാസ്റ്റർമാര്, മഴക്കാലത്ത് ഉണ്ടാവില്ല, വേനൽക്കാലത്ത് ക്രിസ്മസ് സമയത്ത് ഈസ്റ്റർ സമയത്തൊക്കെ ആയിരിക്കും നിങ്ങളുടെ വരവ് കൂടുതലും, എസ്പെഷ്യലി വെക്കേഷൻ സീസൺസിൽ. അപ്പോഴാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എളുപ്പം. ദൈവവചനവും പ്രാർത്ഥനയൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം ഇതെങ്ങനെയാണ് ഇവർ ഈ ഇത്തരം സ്വഭാവത്തിലേക്ക് മാറുന്നത്? എങ്ങനെയാണ്? ഒരു വല്ലാത്തൊരു സെഡക്റ്റീവ് നേച്ചർ ഉണ്ട് ഇവർക്ക്. അതായത് മോനെ യേശുവിന് കൊച്ചിനോട് അങ്ങോട്ട് സ്നേഹമാണ്, അങ്ങോട്ട് ലവ് ആണ്, അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് തുടങ്ങും. യേശു നിന്റെ ഡാഡിയാ. പിന്നെ ഒരു പ്രത്യേക ഒരു രീതിയിൽ നമ്മളൊരു ഇതാക്കുകയാണ്. പിന്നെയും ഞാൻ ഒരുപാട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ. പിന്നെ നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എല്ലാ അർത്ഥത്തിലും ഇവർക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. പണ്ടത്തെ ചെറുപ്പത്തിൽ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് അബ്യൂസ് ചെയ്തതുപോലെ വലുതായപ്പോഴത്തേനും എന്താ പറയാ, ഒരു പൂർണ്ണമായ ഒരു സെക്ഷൽ അബ്യൂസിലേക്കൊന്നും പിന്നെ ഇവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും തൊടല് പിടിക്കല്, ആ ഒരു രീതിയിൽ പല രീതിയിലും ഒരു പ്ലഷർ അവർക്ക് എവിടെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നോ ആ ഒരു രീതിയിലൊക്കെ അവർ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. രണ്ടും ഒരേ വാഗുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിന്. രണ്ടും ഒരേ വാഗുണ്ട് തന്നെ ചെയ്യും. ഇതെന്താ പറയാ, ഇതൊരു കൾട്ട് റിലീജിയൻ അല്ലേ? ഇതൊരു കൾട്ട് റിലീജിയൻ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഇത്രയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തി, നിങ്ങൾ ഇത്രയും ആൾക്കാരുമായിട്ട് സംസാരിച്ചു, ഒരുപാട് പേര് അവരുടെ അനുഭവം പങ്കുവച്ചു. ഇതൊരു കൾട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ദൈവമൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഇത്രയും വലിയ അണ്ടകടാഹവും ഭൂലോകവും ഭൂഗോളവും ഒക്കെ സൃഷ്ടിച്ച ഒരാൾക്ക് ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവനെന്ത് ദൈവം? ഇത്രയും ഗതികെട്ടവനാണോ ദൈവം? ഇവനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി ഇത് ഞാൻ തുറന്നു പറഞ്ഞ പലരോട് ഞാൻ എന്റെ ഈ ദുരനുഭവം ഞാൻ പിൽക്കാലത്ത് പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് നീ ദൈവനാമം ദുഷിപ്പിക്കുന്ന, അതായത് ഇത് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രേഷ്ഠമായ യേശുവിന്റെ നാമം അങ്ങോട്ട് ദുഷിക്കുന്ന. ഞാൻ പറഞ്ഞ അവന്റെ ശ്രേഷ്ഠത കുറച്ചങ്ങോട്ട് ദുഷിക്കണം. കാരണം അവന്റെ പേരിലാണ് ഞാൻ ഈ ഗതികേട് മുഴുവൻ അനുഭവിച്ചത്. താങ്കളുടെ മദറിനെയാണ് അവൾ എന്ന് വിശേഷിച്ചു. അത്രത്തോളം ഒരു വെറുപ്പും വിദ്വേഷവും ആ സ്ത്രീയോട് ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഇത് തന്നെ മതിയായ കാരണമല്ലേ? ഇത് കൂടുതൽ എന്ത് കാരണം വേണ്ടത്? അല്ല, ഇത്തരം കാര്യങ്ങൾക്ക് ഇവർ അവസരം ഉണ്ടാക്കി പമ്മിനിക്കുവാണോ അതോ ഇവർ നിർബന്ധിക്കുമായിരുന്നു ഇങ്ങനെ പാസ്റ്റർമാർ വരുമ്പോൾ അവർക്ക് വഴങ്ങി കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണം? ഇവളെ അവസരം ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം ഒരാളുമായിട്ട് മുറിയിലിട്ട് പൂട്ടിയിട്ട് തന്നെ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഇവള് മുറിയിലിട്ട് പൂട്ടി. അപ്പൊ അതിന്റെ അർത്ഥം ഇവള് അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നല്ല അതിന്റെ അർത്ഥം. ഇവർക്ക് ഇതിന്റെ പ്രത്യേകത എന്താണ്? അങ്ങനെ പണം മേടിക്കുവോ അതോ എന്താണ്? പൈസ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. ഇവര് സത്യം പറഞ്ഞ ജീവിതത്തിൽ ഒരു അറ്റൻഷൻ സീക്കറാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കിയെടുത്തോളം ഇവരൊരു വല്ലാത്തൊരു അറ്റൻഷൻ സീക്കറാണ്. ഇവർക്ക് പാസ്റ്റർ ഭാര്യയായിട്ട് ചമഞ്ഞൊരുങ്ങി പ്രാർത്ഥിച്ച് പ്രബോധിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ WMC മീറ്റിംഗിന്റെ ഒക്കെ എന്തോ ഒരു സെക്രട്ടറി ഒക്കെയാണ് ഇവള്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഉപദേശിച്ച്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നില്ല, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണാം, ഈ വീൽഡ് സെഡക്ട്രസ് എന്നൊക്കെ പറഞ്ഞ ഒരു കൺസർവേറ്റീവ് അറ്റ്മോസ്ഫിയറിൽ എല്ലാവരെയും അങ്ങോട്ട് വിധിച്ച് ബാക്കിയുള്ള ദൈവത്തെയൊക്കെ പുച്ഛിച്ച് ബാക്കിയുള്ള അന്യമതസ്ഥരെയും കമ്മലിമാരിടുന്നവരെയൊക്കെ പുച്ഛിച്ചിട്ട് അവരെയൊക്കെ അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് പിന്നെ ഉള്ളിക്കൂടെ ഈ സുഖം അനുഭവിക്കുന്ന ഒരു തരം ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉണ്ട് ഇവർക്ക്. അതാണ് ഇവരുടെ രീതി. അല്ലാണ്ട് പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ഗെയിൻ ഒന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഫൈനാൻഷ്യൽ ലോസ് കുറെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ?
ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്തായിരുന്നു? അതായത് പിതാവിന് എന്തായിരുന്നു ജോലി? നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്തായിരുന്നു? ഇയാൾ പാസ്റ്റർ ആയിരുന്നു. പിന്നെ ഇയാൾക്ക് കുറച്ച് ഭൂസ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂടുതലും പറമ്പിൽ പോയി പണിയെടുക്കുകയും അതിന്റെ ആദായം അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ ജീവിക്കുന്ന വീട് ഒരു ബസ് സ്റ്റാൻഡിന് തുല്യമായിരുന്നു. അതായത് എവിടുന്നൊക്കെയോ വരുന്ന കുറെ ആൾക്കാർ, നമുക്ക് പോലും അറിയില്ല ഇവരെ ആരൊക്കെയാണ്. എന്നിട്ട് ഇവര് നമ്മളെ ഭരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഏതൊക്കെയോ കുറെ മനുഷ്യർ നമ്മളെ വന്ന് നമ്മളുടെ മുതുകത്ത് കയറി നമ്മളെ ഭരിക്കുമ്പോൾ അവസ്ഥ. ഇത് പിന്നീട് ഇവർ എക്സാംപ്ലിഫൈ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു പിന്നെ ശിഷ്യന്മാരുടെ കാലം ഒഴുകിയില്ലേ. അപ്പൊ നമ്മൾ അത്രയും സബ്മിസീവ് ആയിരിക്കണം, നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് സഹിക്കണം. അതായത് ആ സാക്രിഫൈസ് വെച്ചിട്ട്, ഒരു സാക്രിഫിഷ്യൽ തിയറിയും വെച്ചിട്ട് നമ്മൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യണേ. ഇത് ഏത് സ്റ്റേജിലാണ് ഇത്തരം, അതായത് ഈ ആത്മീയത എന്ന് പറഞ്ഞ് സംസാരിക്കുകയും വലിയ വചനം വിളിക്കുകയും കൈകൊട്ടി പാടും നിലവിളിയും വചനം വായിക്കുകയും ഒക്കെ കഴിഞ്ഞ് ഇത് ഏത് സ്റ്റേജിലാണ് ഇത് ഡൈവേർട്ട് ചെയ്ത് ഈ ഒരു ആംഗിളിലേക്ക് ഇവന്മാരെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്? ശ്രദ്ധിച്ചേക്കുന്നത് ആദ്യം തന്നെ നമ്മൾ വിളിപ്പിക്കുന്നത് ഏതൊരു കാര്യത്തിന്, ഇപ്പൊ നമ്മളിപ്പം സിനിമ കാണുമായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് റിബലായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ കാണിക്കുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ചിലപ്പം ഏതെങ്കിലും ഒരു ദിവസം സിനിമ പാട്ട് കണ്ടു ഈ ഒരു പേരിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭൂതം ഉണ്ടെന്നൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യും. പിന്നെ അങ്ങോട്ട് തലേ കൈവച്ചിട്ട് അങ്ങോട്ട് യേശുവേ ഭർത്താവേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥനയാണ്. പിന്നെ ദേഹത്ത് പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ ശക്തിയുണ്ട്, അവിടത്തെ ശക്തിയുണ്ട്. പിന്നെ അങ്ങോട്ട് ദേഹത്ത് പതുക്കെ അങ്ങോട്ട് തലോടി ദൈവമേ ഈ കുഞ്ഞിന് മാനസാന്തരം കൊടുക്കണേ, പിന്നെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. ഈ മാനസാന്തരം കൊടുക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിടിച്ചിട്ടാണ് ഇവര് ഭൂതത്തെ പുറത്താക്കുന്നത്. അതെ ഭൂത ശാന്തി ശുശ്രൂഷയാണ്. പിന്നെ ഇവര് നമ്മളുടെ ഹെഡിന്റെ അവിടെയുള്ള ഈ മർമ്മ സ്ഥാനത്തൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് അങ്ങോട്ട് ഞെക്കും. അപ്പോഴേക്ക് നമ്മൾ വീണു പോകും. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില മർമ്മ സ്ഥാനങ്ങൾ, നമ്മുടെ മർമ്മം ആയിട്ടുള്ള ഏരിയകളിൽ ഈ മുഷ്ടി ചുരുട്ടിയിട്ട് അങ്ങോട്ട് കുത്തും. അപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് നമ്മളൊരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകും. നമ്മൾ ചിലപ്പോൾ വീഴും, നമ്മൾ കടന്നു പോകും ചിലപ്പോൾ. ആ ഒരു രീതി പറഞ്ഞ് പിന്നീടാണ് ഇവർക്ക് ഓരോന്നൊക്കെ ഇവർക്ക് തോന്നുന്നത്. പിന്നെ അങ്ങോട്ട് ക്രിസ്തുവിന്റെ സ്നേഹം പറഞ്ഞ് അത് വേറെ രീതിയിലേക്കുള്ള ഒരു സ്നേഹത്തിലേക്ക് അങ്ങോട്ട് പോകും. അപ്പൊ ആ ഒരു സ്നേഹത്തിലേക്ക് പോയി നമ്മൾ ശാരീരികമായിട്ട് വയ്യാണ്ട് കിടക്കുക, തളർന്നു കിടക്കുക, നമ്മൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് നമ്മളുടെ സകല കോൺഷ്യസ്നെസ്സും നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുക. എന്നിട്ടും നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒക്കെ. എന്നിട്ടും ഞാൻ എന്റെ അറിവ് വെച്ച കാലത്ത് പിന്നീട് ഇതിനൊന്നും ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ പിന്നെ ഇവര് പറയുന്നത് ഈ കുട്ടി ഒരു കാലത്തും നന്നാകുകയല്ല. ഈ കൊച്ചു നന്നാകുന്ന പ്രശ്നമില്ല പാസ്റ്റർ, ഇനിയും പ്രാർത്ഥിക്കണം, കുറെ ഉപവസിക്കണം, ഞാൻ ഒന്നുകൂടെ വരാം, എനിക്കൊന്നുകൂടെ കാണണം ഈ കൊച്ചിനെ, ഇത് പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇങ്ങനെയുള്ള ആളുകളാണ്, അതായത് സ്വന്തം മോളെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെയുള്ളമാരുടെ കൂടെ മുറിയിലിട്ട് പൂട്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഇവന്മാർക്ക് അറിയാം ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെന്നെല്ലാം മനസ്സിലാക്കി ഇട്ട് കൊടുക്കുന്ന ഇവനൊക്കെ മനുഷ്യനാണോ? ഇവള് മനുഷ്യ സ്ത്രീയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എനിക്ക് ഇവള് മനുഷ്യ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും ഉത്തരവില്ല. ഇന്നും ഇവളോട് സംസാരിച്ചാൽ ഇവളുടെ ഓവർ കോൺഫിഡൻസ് എനിക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇവളെ കൊന്നുപോകും. ദൈവമാണ് സത്യം, ദൈവമല്ല സത്യം. ഏത് ജില്ലയായിരുന്നു? വയനാട്. പിന്നീട് കാനഡയ്ക്ക് പോകാനൊരു അവസരം കിട്ടുകയാണ്. പിന്നെ ഇവര് പറഞ്ഞു, പിന്നെ ഇവര് എന്തോ ഭാഗ്യത്തിന് ഇവര് ഫീസൊക്കെ തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിബന്ധനയിലാണ് പറഞ്ഞയച്ചത്. ഇവിടെ ജോലിയിലാണ് ഇപ്പം വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? വളരെ മോശം ബന്ധമാണ്. വളരെ മോശം ബന്ധത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബന്ധമില്ല. കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ മറ്റോ യാതൊരു ബന്ധമില്ല. എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്നെ മറ്റുള്ളവർ വഴി കുറെ കോൺടാക്ട് ചെയ്തത് ഉള്ളുകളിയാണല്ലോ, ഈ ഇൻസൈഡ് പൊളിറ്റിക്സ് ആണല്ലോ. അപ്പൊ പലരെയും വെച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് പിന്നീട് ഞാനൊന്ന് തീരുമാനിച്ചു, ഞാനൊന്ന് വിളിച്ചാൽ എന്താവും, എനിക്ക് വിളിക്കാമല്ലോ, എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ലേ, എനിക്ക് വിളിക്കാൻ, എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ. നീ എന്തിന് എന്റെ അടുത്ത് എന്നോട് ഈ ഗതികെട്ട ക്രൂരത നീ എന്നോട് എന്തിനു ചെയ്തു എന്നെനിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്. അതായത് നമുക്ക് ഇതെല്ലാം ചൂഷണമായിരുന്നു എന്ന് നമുക്ക് ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം കൂടുതൽ ബോധ്യമായത് ഈ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു രാജ്യത്തെത്തിയ ശേഷമാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയി. പിന്നെ അപ്പോഴേക്കും തന്നെ ഞാൻ അതിന് മുമ്പ് തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി. പിന്നെ ഇവരോടൊന്നും അന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ നമ്മൾ ഷാറ്റേഡ് ആണ്, നമ്മൾ ആകെപ്പാടെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പകാലത്തെ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ലോ ആയിരിക്കും. അവരെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുള്ളൂ, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരിക്കും, പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും. അവരൊരിക്കലും അവരുടെ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ അസേർഷൻ, അതായത് ഒരു റീസണിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല ഏതൊരു മനുഷ്യനും. ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റായി തോന്നുന്ന പോലെ ചെയ്താൽ പോലും അതിന്റെ കാരണം ഇന്നതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, ഒരു കൺവിൻസ് ചെയ്യാനുള്ള ഒരു പവറും നമുക്ക് ആ സമയത്തില്ല. നമ്മൾ എന്ത് പറയുന്നത്, നമ്മളൊരു കോമ സ്റ്റേജിൽ നമ്മൾ ഈ സ്ക്രൂ കൊടുത്ത് വിടുന്ന പാവില്ല. ഇങ്ങനെ പോയി ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ പോയി ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരു പീസ് ഓഫ് ഫ്ലഷ്. അതല്ലാതെ വേറെ ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയി. ആ തോട്ട് പ്രോസസ് ക്ലൗഡായി. നമ്മളെ ചിന്തിക്കാൻ അനുവദിക്കാതെ ഒരു ചങ്ങലയിലിട്ടൊരു അവസ്ഥയിലായിരുന്നു അന്ന്. പിന്നെ ഞാൻ ഇവിടെ വന്ന് പിന്നെ അന്യമതങ്ങളെ കുറിച്ച് പഠിച്ചു തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ടെമ്പിൾ വിസിറ്റ്സ് ഒക്കെ നടത്തി. പിന്നെ കുറച്ച് ഏത്തീസത്തിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ ഗ്രാജുവലി നമ്മൾ കുറച്ചും കൂടെ ഒരു ബുദ്ധി വെക്കുകയാണ്. നമുക്ക് നമ്മളുടെ റൈറ്റ്സിനെ കുറിച്ച് മനസ്സിലായി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ആ ഒരു പവർ, എല്ലാ കാര്യത്തെക്കുറിച്ച് മനസ്സിലായി. പിന്നെ മനസ്സിലാക്കി വന്നപ്പോൾ നമ്മൾ ആദ്യം ഈ മതത്തിലെ ഈ പുസ്തകങ്ങളൊക്കെ വലിച്ചു ദൂരെ അറിയണമെന്നാണ് ഏറ്റവും ആദ്യം മനസ്സിലായത്. ഇതൊക്കെ വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞു, ഇതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നത്. ഇതല്ല പഠിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല, ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തിയത് ഈ പാസ്റ്ററായ താങ്കളുടെ പിതാവും ആ പാസ്റ്ററുടെ ഭാര്യയായ ഈ ഭാര്യയും ഈ പാസ്റ്റർമാരും എല്ലാം ചേർന്നാണോ താങ്കളുടെ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം തന്നെ തകർത്ത് കളഞ്ഞത്? എനിക്ക്
ദൈവവിശ്വാസം ഇല്ല. അല്ല അന്ന് അങ്ങനെ ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല നേരത്തെ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടാകാതിരിക്കുകയും നല്ലൊരു പെരുമാറ്റം, അതായത് ഇവരുടെ പ്രവൃത്തിയിലൂടെ ഒരു മാതൃകാപരമായ നല്ലൊരു പ്രവൃത്തിയിലൂടെ ഒരു മാതൃകാ ജീവിതമായിരുന്നു അവര് കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കൾ ഒരു ദൈവവിശ്വാസി ആകില്ലായിരുന്നോ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. അങ്ങനെ ആകരുതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു കാരണവശാലും ദൈവവിശ്വാസം ഞാൻ ചോദിക്കുന്നതല്ല, അതായത് ആ സമയത്ത് നമ്മുടെ ആ ടെൻഡർ ഏജ് അതാ പറഞ്ഞേ, ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല. നമ്മൾ വളരെ ടെൻഡർ ഏജിൽ നമ്മൾ കാണുന്ന എന്താ, നമ്മുടെ അപ്പനെയും അമ്മയും നമ്മുടെ കൂടെ ഉള്ളവരെയും ചുറ്റുപാടുകളെയും, അന്നേരം അതിൽ നിന്ന് അതായത് നമുക്ക് കൺവിൻസിംഗ് ആവുന്ന രീതിയിൽ ഇത്രയും സന്തോഷവും സമാധാനവും എല്ലാം തരുന്നത് ദൈവമാണ് എന്ന് അത്തരം ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നെങ്കിൽ താങ്കളും അതേ പാത അവർ പറഞ്ഞതിൽ ചിലപ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നെങ്കിൽ ചിലപ്പോൾ പൊട്ടത്തരത്തിൽ തന്നെ വിശ്വസിച്ചേനെ. കാരണം സമാധാനം ശാന്തിയും തരുന്നത് ദൈവമാണ്. പിന്നെ എല്ലാം അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കാണിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ഒരേ ഭാഗം ഇത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇത്രയും ഇതാണോ ദൈവം എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, അതായത് ഈ വിശുദ്ധിയും വേർപാടും ഇത്രയും എല്ലാം 24 മണിക്കൂറും ദൈവവചനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ തന്നെ ഇത്തരത്തിലുള്ള ആഭാസ തരങ്ങളും തെറ്റായ പ്രവർത്തികളും കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ വന്നാലേ നമ്മൾ ശരിക്കും ഷാർട്ടേഡായി ചിന്തിക്കാൻ തുടങ്ങിയത് ഇതാണോ ദൈവം, ഇങ്ങനെ ഇവരിലാണോ ദൈവം കുടികൊള്ളുന്നത് എന്ന് സ്വാഭാവികമായി ചിന്തിച്ചു പോകില്ലേ? ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നീട് അത് മാത്രമല്ല, ഈ ബൈബിൾ വായിച്ചപ്പോഴും എനിക്ക് ഇതിനകത്ത് ഒരു ഇതും കിട്ടുന്നില്ല. കാരണം ബൈബിളിനകത്ത് കുറെ ഈ സീസോ പോലുള്ള സാധനമല്ലേ ഇത്, കുറെ നല്ല കാര്യങ്ങളും കുറെ ചീത്ത കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിക്കലർത്തിയിരിക്കുന്ന ഒരു സാധനമല്ലേ ഇത്. ഈ വ്യഭിചാരികളായിട്ട് നടക്കുന്ന ഇവന്മാർക്കും പറ്റുന്ന രീതിയിലുള്ള വചനങ്ങൾ ഇവന്മാർക്കും വളച്ച് കൂട്ടി ഇതിനെ ഇവന്മാർ ഇത്തരം 100% യോജിക്കുന്നു. ഇതിനെ തന്നെ കൂട്ടുപിടിച്ച് ഇതാണ് ഇവിടത്തെയും പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അനുകൂലമായ കാര്യങ്ങളും പ്രതികൂലമായ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ അതിനെ ഏത് രൂപത്തിൽ എടുക്കുന്നു എന്നതാണ് പ്രശ്നം. ഏതൊന്നിനും 2 വശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലായിരുന്നാലും ഇപ്പോൾ ഇവർ പറയുന്നതിനനുസരിച്ച് ഇവരുടെ മതഗ്രന്ഥങ്ങളിലായിരുന്നാലും ശരി, ഇവർക്കെടുക്കാനുള്ളതുമുണ്ട്, ഇവർക്കെടുക്കാനുള്ളതുമുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? ഉസ്താദുമാരെ കണ്ടിട്ട് ഇവർ അങ്ങോട്ട് പഠിക്കുവാണോ അതോ അവരെ കണ്ടിട്ട് ഇവർ അങ്ങോട്ട് പഠിക്കുവാണോ? എന്തായിരുന്നാലും അമിതമായിട്ടുള്ള മതവിശ്വാസം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? എന്തിനാണ് ഒരു മതം എന്ന് തോന്നിപ്പോകുന്നു? എന്തുകൊണ്ടാണ് യുവതലമുറ കൂട്ടത്തോടുകൂടി ഈ കൾട്ടുകൾ വലിച്ചെറിയുന്നത് എന്ന് മനസ്സിലായില്ലേ? നന്ദി.